വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, തിരുവചനം ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണല്ലോ ഞങ്ങളോട് കൂടെയുള്ള, എന്നും ഒപ്പമുള്ള യേശുവിൻ്റെ സാന്നിധ്യം. ഞങ്ങളുടെ തകർച്ചകളിലും ദുഃഖങ്ങളിലും, ഒരു പക്ഷേ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കരുതുന്ന അവസരങ്ങളിലും ദൈവം ക്രിസ്തു ഞങ്ങളുടെ ഒപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഈ വചനം ശ്രവിക്കുമ്പോൾ ഈ ധ്യാന ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ. ഞങ്ങൾ ശ്രവിക്കുന്ന ഓരോ വചനവും അനുഗ്രഹമായി, അഭിഷേകമായി ഞങ്ങളുടെ കുടുംബങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും നിറയട്ടെ. അങ്ങനെ തകർച്ചകളിൽ, പ്രതിസന്ധികളിൽ അങ്ങയുടെ കരം പിടിച്ച് മുൻപോട്ട് പോകുവാനുള്ള ശക്തി, വിശ്വാസ ദൃഢത ഞങ്ങൾക്ക് ലഭിക്കട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനം വായിച്ചു കേൾക്കാം. യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗ അധികാരിയുടെ വീട്ടിൽ നിന്നും ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു, ഗുരുവിനെ ഇനിയും എന്തിന് ബുദ്ധിമുട്ടിക്കുന്നു? അതുകേട്ട് യേശു സിനഗോഗ അധികാരിയോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പത്രോസും യാക്കോബും യാക്കോബിൻ്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല. അവർ സിനഗോഗ അധികാരിയുടെ വീട്ടിലെത്തി. അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു. അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. അവർ അവനെ പരിഹസിച്ചു. അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി. അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു. അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട്, ബാലികെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത കും എന്ന് പറഞ്ഞു. തൽക്ഷണം ബാലിക എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി. അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൽ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 3 വ്യക്തികളെയാണ് മരണശേഷം ക്രിസ്തു ഉയർപ്പിച്ചു എന്ന് നമ്മൾ കാണുക. അത് ഈ സിനഗോഗ അധികാരിയുടെ മകൾ, നായിമിലെ വിധവയുടെ മകൻ, മൂന്നാമത് ബഥാനിയായിലെ ലാസർ. മരണപ്പെട്ട ഒരു വ്യക്തിയെ ജീവനിലേക്ക് തിരികെ വഴി നടത്തുക എന്നുള്ളത് ഒരു പക്ഷേ വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. നമ്മുടെ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കാൻ പോലും കഴിയാത്ത ഒന്നാണ്. ശാസ്ത്രമൊക്കെ ഇത്രയധികം വളർന്നു നിൽക്കുന്ന, ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഇത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ
ഒന്നിനും കഴിവില്ല എന്നുള്ളത് നാം ഒക്കെ അനുഭവിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ മരണമുഖത്തു നിന്ന് പോലും ജീവിതം അവസാനിച്ചു എന്ന് മറ്റുള്ളവർ വിധി എഴുതുന്ന നിമിഷങ്ങളിൽ നിന്ന് പോലും ഒരു വ്യക്തിയെ തിരികെ വഴി നടത്താൻ, ജീവനിലേക്ക് തിരികെ കരം പിടിച്ചുയർത്താൻ ദൈവത്തിന് കഴിയും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ അത്ഭുതങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുക. വചനം പറയുന്നു, യേശു വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സിനഗോഗ് അധികാരി അവിടുത്തെ പക്കലേക്ക് വന്നുകൊണ്ട് കരഞ്ഞു പറയുക, എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു, അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണം. ജായിറോസ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പക്കൽ വന്ന് അവനിത് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെയാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ മറ്റ് എല്ലാ വാതിലുകളും അടഞ്ഞതിന് ശേഷം തനിക്കും തൻ്റെ മകൾക്കും കുടുംബത്തിനും ഇനി ആരും അത്താണിയായില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നതിന് ശേഷമാണ് യേശുവിൻ്റെ പക്കലേക്ക് ഈ മനുഷ്യൻ കടന്നു വരിക. അതിനിടയിൽ രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് സൗഖ്യം ലഭിക്കുന്നത് കൂടി വചനം പറയുന്നുണ്ട്. വഴിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ തൻ്റെ പക്കലേക്ക് വന്നു ചേരുന്ന അത്താണിയില്ലാത്ത രോഗങ്ങളും വേദനകളും കൊണ്ട് ഒരുപാട് തീവ്രമായി കഷ്ടപ്പെടുന്ന മനുഷ്യർക്കെല്ലാം സൗഖ്യം നൽകി അനുഗ്രഹം നൽകിയാണ് യേശു നടന്നു നീങ്ങുക. പ്രിയമുള്ളവരെ, അങ്ങനെ ഈ മനുഷ്യൻ്റെ ഭവനത്തിലേക്ക് അവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ഒരു വ്യക്തി വന്ന് അറിയിക്കുകയാണ്, നിൻ്റെ മകൾ മരിച്ചു, അതുകൊണ്ട് ഇനിയും ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട. ഇനി യേശുവിന് ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആ വാക്കുകളുടെ അർത്ഥം. കാരണം മരണശേഷം ഒരു ജീവിതത്തിൽ ഇടപെടാൻ ദൈവത്തിന് പോലും കഴിയില്ല എന്ന് ചിന്തിച്ച മനുഷ്യരാണ് അവരും. പക്ഷേ യേശു അത് കേട്ട് ജായിറോസിനോട് ഇപ്രകാരമാണ് പറയുക, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമാണിത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ജീവിതം അവസാനിച്ചു എന്ന് കരുതുമ്പോഴും, എല്ലാം തകർന്നു, ഇനി മുൻപോട്ട് യാത്ര ചെയ്യാനാകില്ല എന്ന് വിചാരിക്കുമ്പോഴും ദൈവത്തിൻ്റെ കരം മുറുകെ പിടിക്കാൻ കഴിയുക, ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസം ഉള്ള ഹൃദയങ്ങൾക്ക്, യേശുവിൽ ആശ്രയമുള്ള ഹൃദയങ്ങൾക്ക് അതിന് കഴിയും. ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഈ കുഞ്ഞിൻ്റെ വിയോഗത്തിൽ വലിയ സ്വരത്തിൽ വിലപിക്കുകയാണ്, വേദനയോടെ നിൽക്കുകയാണ്. യേശു അവരെ കണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എത്ര നിസാരമായാണ് അവിടുന്ന് ഇപ്രകാരം പറയുക, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ചോദ്യത്തിനെല്ലാം വലിയ ആഴമായ അർത്ഥമുണ്ട്. ദൈവം നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുമ്പോൾ ഇനിയും നിങ്ങൾ കരയുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അവർ അവനെ പരിഹസിച്ചു എന്നാണ് തൊട്ടടുത്ത വചനം. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അറിഞ്ഞും അറിയാതെയും ഇങ്ങനെ ദൈവത്തെ പരിഹസിക്കാറുണ്ട്. ഈ ലോകം അത് ഓരോ ദിവസവും ഓരോ നിമിഷവും ചെയ്യാറുണ്ട്. കാരണം മനുഷ്യൻ തകർന്നു നിൽക്കുമ്പോൾ, വലിയ പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലുമ്പോൾ, ദൈവത്തിന് ഒന്നും ചെയ്യാനാകില്ല എന്ന് കരുതി ദൈവത്തെ പരിഹസിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ദൈവം എന്തേ ഇനിയും ഇടപെടുന്നില്ല എന്ന് ചോദിച്ച് ദൈവത്തെ നിസാരവൽക്കരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. പ്രിയമുള്ളവരെ, നാമൊക്കെ പലപ്പോഴും അറിയാതെയെങ്കിലും അവരോട് ചേരാറുണ്ട്. വിശ്വാസം ചോർന്നു പോകുന്ന ചില നിമിഷങ്ങൾ. പക്ഷേ യേശു ആ ഭവനത്തിനുള്ളിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോടൊപ്പം കടന്നു ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ കരം പിടിച്ച് അവളോട് പറഞ്ഞു, ബാലികയെ എഴുന്നേൽക്കുക.
വലുതായൊന്നും അവിടുന്ന് ചെയ്യുന്നില്ല. വളരെ ചുരുങ്ങിയ വാക്കുകൾ: ബാലികയെ എഴുന്നേൽക്കുക. ഇതാ മരണപ്പെട്ടുപോയ, ജീവനറ്റുപോയ ആ പെൺകുഞ്ഞ് എഴുന്നേറ്റിരിക്കുകയാണ്. വചനം പറയുന്നുണ്ട് 12 വയസ്സായിരുന്നു അവൾക്ക് പ്രായം. ഇത്രയും ചെറുപ്പമായ ഒരു മകളെ നഷ്ടപ്പെടുമ്പോൾ ആ മാതാപിതാക്കൾക്കുള്ള, ആ കുടുംബാംഗങ്ങൾക്കുള്ള ദുഃഖം എത്രയാണെന്ന് വിവരിക്കേണ്ടതില്ലല്ലോ. അത് കൃത്യമായി യേശുവിന് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവളെ ജീവനോടെ ആ കുടുംബത്തിന് അവിടുന്ന് തിരിച്ചു നൽകുന്ന ഒരു കാഴ്ച. വചനം പറയുന്നു, അവിടെ കൂടിയിരുന്നവരെല്ലാം അത്യന്തം വിസ്മയിച്ചു. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നാം ഒക്കെ വിസ്മയഭരിതരാകും. ദൈവം എവിടെയെന്ന് ചോദിച്ച് ഇത്രയും കാലം ദൈവസാന്നിധ്യത്തെ നിസാരവൽക്കരിച്ച ലോകം മുഴുവൻ അത്ഭുത സ്തബ്ധമാകും. ഒരുപക്ഷെ അത് മരണത്തിൽ നിന്നും ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതാകണം എന്ന് തന്നെയില്ല. മറിച്ച് എത്രയോ അത്ഭുതങ്ങൾ ഓരോ ദിവസവും അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഇതുവരെയൊക്കെ നമ്മൾ നടന്നു വന്ന വഴികൾ, ഇതുവരെയൊക്കെ യാത്ര ചെയ്ത വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം കരം പിടിച്ച് നമ്മെ നടത്തിയത് വലിയ അത്ഭുതമാണ്. നമുക്കോരോരുത്തർക്കും എണ്ണി എണ്ണി ഓർക്കാനും കൃതജ്ഞതയോടുകൂടി അവിടുത്തെ മുൻപിലേക്ക് കടന്നു വരാനും എത്രയോ അനുഭവങ്ങളാണ് അവിടുന്ന് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 31-ാം തിരുവചനം ഇപ്രകാരം പറയും: നിങ്ങൾ ഇവിടെ എത്തുന്നത് വരെ കടന്നു പോരുന്ന വഴിയിലെല്ലാം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഒരു പിതാവ് പുത്രനെ എന്ന പോലെ വഹിച്ചിരുന്നത് മരുഭൂമിയിൽ വച്ച് നിങ്ങൾ കണ്ടതാണല്ലോ. ദൈവം ഒരു പിതാവ് പുത്രനെ എന്ന പോലെ നമ്മെ കരങ്ങളിൽ വഹിക്കുകയായിരുന്നു. എത്ര മനോഹരമായ ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള വലിയ രോഗങ്ങൾ കൊണ്ട് വേദനിക്കുന്ന മനുഷ്യരുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇങ്ങനെയുള്ള വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ മറ്റുള്ളവരോട് അത് പറഞ്ഞ് വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഒന്നും ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ദൈവം വഴി നടത്താൻ, കരം പിടിക്കാൻ ഒപ്പമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തണം. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ഇൻ്റർനെറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ അനുഭവം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഡാർലിൻ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു സ്ത്രീ ഒരുപാട് മനോഹരമായ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന, വചനം വായിക്കുന്ന ഒക്കെ ഒരു വ്യക്തി. ഒരു ദിവസം ആ സ്ത്രീ അറിയുകയാണ് തനിക്ക് സ്തനാർബുദമാണ്. അതിൻ്റെ കൂടുതലായ ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഡോക്ടർ അവൾക്ക് വേണ്ട മരുന്നുകൾ നിർദ്ദേശിച്ചു, ചികിത്സ നിർദ്ദേശിച്ചു. പക്ഷേ ഒന്നിനും കഴിയാത്ത വിധം തകർന്നു പോകുന്ന ഒരു അനുഭവം. ഇത്രയൊക്കെ ദൈവത്തോട് ചേർന്ന് നിന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു രോഗം തനിക്ക് വന്നത് എന്നുള്ള ചിന്തയാണ് മനസ്സു നിറയെ. പക്ഷേ കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വീണ്ടും തൻ്റെ വിശ്വാസത്തിൽ താൻ അതുവരെ ധ്യാനിച്ച, പ്രഘോഷിച്ച വചനങ്ങളിൽ ആഴപ്പെടാൻ അവൾക്ക് കഴിഞ്ഞു. ഒരു സുഹൃത്ത് വന്ന് ഇനിയും ഗാനങ്ങൾ എഴുതണമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇനിയും എനിക്ക് ഗാനങ്ങൾ എഴുതണം. അതിൽ ഒരു ഗാനം ഇപ്രകാരമായിരുന്നു: യു ആർ ഗ്രേറ്റ്, നീ വലിയവനാണ്, നീ വലിയവനാണ് എന്നുള്ള ആശയം വച്ച് അവർ ആ ദിനങ്ങളിലും ഒരു ഗാനം എഴുതി. മറ്റു പല ഗാനങ്ങളും തൻ്റെ വേദനയുടെ, രോഗത്തിൻ്റെ ആ ദിനങ്ങളിൽ അവൾ എഴുതി. പ്രിയമുള്ളവരെ, ആ സ്ത്രീ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: ആ ദിനങ്ങളിലെല്ലാം 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒരു ദിവസം പോലും വിടാതെ എല്ലാ ദിവസവും വചനം വായിച്ച് പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഒപ്പം ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന, ഡോക്ടർ പറഞ്ഞിരിക്കുന്ന മരുന്നുകൾ കഴിക്കും. പക്ഷേ അവൾക്കൊന്നുറപ്പുണ്ടായിരുന്നു, മരുന്നോ ലേപനൌഷധമോ അല്ല, അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് എന്ന ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ദൈവസ്വരം.
16 അധ്യായം 12 തിരുവചനം. വചനം തൻ്റെ മരുന്നായി ആ സ്ത്രീ ഉള്ളിൽ കരുതി. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം തന്ന വേദനകൾക്ക് ദൈവ തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി കടന്നുപോയ ദിനങ്ങൾ. അവസാനം ആ രോഗത്തിൽ നിന്നും പൂർണ്ണമായും സൗഖ്യം നേടി എന്നാണ് ആ സ്ത്രീ പറഞ്ഞു വയ്ക്കുക, കുറിച്ചു വയ്ക്കുക. അവസാനം താൻ എഴുതിയ ആ മനോഹരമായ ഗാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് അവൾ ഒരു ആൽബം പുറത്തിറക്കി. അനേകർക്ക് സാക്ഷ്യമായി, ദൈവാനുഭവമായി അത് മാറി. പ്രിയമുള്ളവരെ, ആ അനുഭവം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്ന ഒരു ചിന്ത ഇതാണ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ, ചില രോഗങ്ങളിൽ എല്ലാം തീർന്നു, എനിക്കെന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ യേശു പറയുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ചുറ്റുമുള്ളവരെല്ലാം നിന്ന് ഇനി എന്തിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴും, ഇനിയും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴും ഈ ഒരു കാര്യമാണ് യേശു ഓർമ്മിപ്പിക്കുക: വിശ്വസിക്കുക. വീണ്ടും ലൂക്ക അറിയിച്ച സുവിശേഷത്തിൻ്റെ 7 അധ്യായത്തിലാണല്ലോ നായിമിലെ വിധവയുടെ മകനെ ജീവിപ്പിക്കുന്നത് നമ്മൾ കാണുക. അവിടെയും വലിയ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഒപ്പമാണ് യേശു നിൽക്കുക. ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഈ യുവാവിനെയും വഹിച്ചുകൊണ്ട് കുറേ അധികം ആളുകൾ വരുന്നു. ആ യുവാവിൻ്റെ അമ്മ വിലപിച്ചുകൊണ്ട്, കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അതിനോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. യേശു അവളുടെ കണ്ണുനീര് കണ്ട് മനസ്സലിഞ്ഞിട്ടാണ് ആ അത്ഭുതം അവിടെ ചെയ്യുക. അവളെ കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിൽ തൊട്ടു. അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചവൻ ഉടനെ എഴുന്നേറ്റിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. എല്ലാവരും ഭയപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ഇവിടെയും ജനങ്ങൾ യേശു ചെയ്യുന്ന പ്രവൃത്തി കണ്ട് അത്ഭുത സ്തബ്ധരാവുകയാണ്. പ്രിയമുള്ളവരെ, ആ അമ്മയുടെ കണ്ണുനീര് കണ്ട് അവരോട് അവിടുന്ന് പറയുന്ന വചനം കരയേണ്ട എന്നാണ്. ആദ്യം ജായറോസിനോടും കുടുംബത്തിനോടും അവിടുന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട. ഇവിടെ പറയുന്നു, കരയേണ്ട. എത്രയോ ആശ്വാസം നൽകുന്ന വചനങ്ങളാണ് ഇവയോരോന്നും. നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ എല്ലാം കണ്ട് ദൈവം നമ്മുടെ അരികിൽ വന്നു നിന്ന് നമ്മോട് പറയുകയാണ്, കരയേണ്ട. ഈ ഒരു ദൈവസ്വരം ഓരോ ദിവസവും അനുഭവിക്കാനും കേൾക്കാനും നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പായും ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ എന്നേക്കുമായി തളർന്നു പോകില്ല. അതാണല്ലോ ഏശയ്യാ പ്രവചനത്തിൻ്റെ 59 അധ്യായം 1 തിരുവചനം പറയുക: നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളെ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നമുക്ക് എന്താവശ്യമുണ്ട് എന്ന് അറിയുന്ന ഒരു ദൈവം നമ്മുടെ അരികിൽ തന്നെയുണ്ട്. ഇവിടെ ആരും വന്ന് യേശുവിനോട് ഈ ഒരു ആവശ്യം പറയുന്നില്ല. ഈ ഒരു മകനെക്കുറിച്ച്, ഈ ഒരു യുവാവിനെക്കുറിച്ച് യാതൊരു സൂചനകളും നൽകുന്നില്ല. പക്ഷേ അവിടെ ഇങ്ങനെയൊരു അത്ഭുതത്തിന് കാരണമായി ഭവിച്ചത് ആ അമ്മയുടെ കണ്ണുനീര് മാത്രമാണ്. കണ്ണുനീര് കാണുന്ന ഒരു ദൈവം. അതാണ് 56 സങ്കീർത്തനത്തിൻ്റെ 8 തിരുവചനം ഇപ്രകാരം പറയുക: അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വീണ്ടും മൂന്നാമത് നടക്കുന്ന ഒരു അത്ഭുതം യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 11 അധ്യായത്തിലാണ്. ബഥാനിയായിലെ ലാസറിനെ അവിടുന്ന് ഉയർപ്പിക്കുന്നു. നമുക്കറിയാം, ലാസർ രോഗിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശുവിൻ്റെ പക്കലേക്ക് ആൾ വരുന്നുണ്ട്. പക്ഷേ അവിടുന്ന് അപ്പോൾ ലാസറിനെ കാണാനായി പുറപ്പെടുന്നില്ല. മറിച്ച് ഇങ്ങനെയാണ് പറയുക: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. ലാസർ മരണമടഞ്ഞിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് യേശു അവരുടെ പക്കലേക്ക്, ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുക. കാണുന്ന എല്ലാവരും അവിടുത്തെ നോക്കി പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നു. മർത്താവെന്ന് പറയും,
മറിയം വന്ന് പറയും, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതിൻ്റെ ഒരു സൂചന ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. മരണശേഷം ദൈവത്തിന് പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് അവരാരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും യേശു പറയുന്ന ഒരു വചനം അതിതാണ് 11-ാം അധ്യായം 40-ാം തിരുവചനം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് ജായിറോസിനോട് പറഞ്ഞു. കരയേണ്ട എന്ന് നായിമിലെ വിധവയോട് പറഞ്ഞു. ഇതാ ഇവിടെ അവിടുന്ന് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. കല്ലെടുത്തു മാറ്റാൻ അരികിൽ നിന്നവരോട് അവൻ പറഞ്ഞു. മടിയോടെയെങ്കിലും അവർ കല്ലെടുത്തു മാറ്റി. ഉടനെ പറയുന്നത് ലാസറെ പുറത്തു വരിക എന്ന ആ വാക്കുകളാണ്. ഒരുപക്ഷെ ഒരുപാടൊന്നും സംസാരിക്കാതെ, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇതാ മരണപ്പെട്ടു പോയ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് അവിടുന്ന് കരം പിടിച്ച് നടത്തുകയാണ്. കണ്ടു നിന്നവരെല്ലാം അവിടെയും അത്ഭുതം കൂറുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതുപോലെ മരണമുഖത്ത് നിൽക്കുന്ന എത്രയോ അനുഭവങ്ങളുണ്ട്. എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന രോഗങ്ങൾ, കടബാധ്യതകൾ, മറ്റു പല പ്രതിസന്ധികളുമുണ്ട്. അവിടെയെല്ലാം ദൈവം വന്ന് അരികിൽ നിൽക്കും. വിശ്വസിച്ചാൽ, ഹൃദയം ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചാൽ, നമ്മെ നോക്കിയും നമ്മുടെ കുടുംബത്തെ നോക്കിയും അവിടുന്ന് പറയും, ഭയപ്പെടേണ്ട, കരയേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരുപാട് വലിയ വാക്കുകളൊന്നും പറഞ്ഞില്ലെങ്കിലും, ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ബാഹ്യമായി ചെയ്തില്ലെങ്കിലും ദൈവം പറയുന്നതിന് വലിയ ശക്തിയുണ്ട്. ദൈവം ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. പ്രിയമുള്ളവരെ, യേശു നമ്മെ ബലപ്പെടുത്താനായി നമ്മുടെ അരികിൽ വരും. മരണത്തിൽ നിന്ന് പോലും എത്രയോ മനുഷ്യർ തിരികെ നടന്ന അത്ഭുതങ്ങൾ ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാകും. അത് ഈ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് യേശുവിൽ നമ്മുടെ ആശ്രയം വയ്ക്കാൻ, യേശുവിലുള്ള വിശ്വാസത്തിൽ ഓരോ ദിവസവും ആഴപ്പെടാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിയട്ടെ. മരണത്തിൽ നിന്ന് പോലും ആളുകളെ ജീവനിലേക്ക് തിരികെ വഴി നടത്തുന്ന ദൈവത്തിന് മറ്റേത് പ്രതിസന്ധികളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടാകട്ടെ. ഈ വചനഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ ഒരു വിശ്വാസം ഉള്ളിൽ നിറയട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.